അധികാരത്തിന് വേണ്ടി ഇത്രയും വലിയ പടംവലിയെല്ലാം ഉണ്ടാകും. ഇദ്ദേഹം ചോദിച്ചു, എന്താ ഇലക്ഷന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞ ഇലക്ഷന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്തുകൊണ്ട്? എനിക്ക് എതിരാളിയായി നിൽക്കുന്ന ആളേക്കാൾ ബെറ്ററാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം. ഇതാണല്ലോ പറയുന്നത്, അല്ലേ പറയുന്നത്? അതല്ലേ വേറെ ഒന്നും പറയത്തില്ല. അതോ കുഞ്ഞുങ്ങളെ നിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്യരുത് കേട്ടോ, കാര്യം എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല, എന്റെ കൂടെ എതിരായി നിൽക്കുന്ന ആൾക്കാണ് ശരിക്കും പറഞ്ഞാൽ യോഗ്യതയുള്ളത്, അതുകൊണ്ട് എനിക്ക് ആരും വോട്ട് ചെയ്യരുത് എന്നാലും പറയും. ഇല്ല, എല്ലാവരും പറയുന്നത് എതിരാളിയായി നിൽക്കുന്ന ആളേക്കാൾ ബെറ്ററാണ് ഞാനെന്നല്ലേ. പ്രോബ്ലം. കാരണം വേദോസം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ നിങ്ങളെക്കാൾ സുരക്ഷിതം നേടിക്കൊള്ളും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇലക്ഷനെ സാധൂകരിക്കാൻ പറ്റുന്നത്? ഇലക്ഷന് മത്സരിക്കുന്നവരാണ് നമുക്ക് എങ്ങനെ സാധൂകരിക്കാൻ പറ്റും? കാരണം he says that he is better than the other person, and that is just against the biblical principle. വേദോസത്തിന് വിരുദ്ധമായ കാര്യം. ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ഭൂരിപക്ഷം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മളെ എല്ലാവരുടെയും പ്രശ്നം. ഞാൻ എഴുതിയ ആർട്ടിക്കിൾ എഴുതിയ ഒരു കാര്യം അതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം. കമ്മിറ്റിനും അതാണല്ലോ ഭൂരിപക്ഷം. എല്ലായിടത്തും ഭൂരിപക്ഷം. കമ്മിറ്റിയുടെ കാര്യം പുറത്ത് നമ്മൾ ഭൂരിപക്ഷം കിട്ടിയ ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന സോപ്പിട്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സോപ്പിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് നമ്മൾ ഫാഷൻ എന്ന് പറയുന്നത്. ഭൂരിപക്ഷം ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണ് രുചിയില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പൊ ഭൂരിപക്ഷമാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. സഭയുടെ വിധി നിർണ്ണയിക്കുന്നത് ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം. പക്ഷെ വേദപുസ്തകത്തിന്റെ സിസ്റ്റം അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇലക്ഷൻ നമ്മുടെ സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ വായിക്കാൻ ഒന്നും സമയമില്ല. ഞാൻ പറഞ്ഞു പോയാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. അവിടെ നിങ്ങൾക്ക് അറിയാം 13-ാം അധ്യായത്തിൽ മോശെ 12 പ്രഭുക്കന്മാരെ, 12 ഗോത്രങ്ങളുടെ 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഒറ്റ നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് പറയാം. റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് പാലം ദേശമാണ്, ശരിയാണ്. പക്ഷെ നമുക്കത് കിട്ടത്തില്ല. കാരണം അവിടെ അനാഥ്യ മല്ലന്മാരുണ്ട്, അവർ അധികായന്മാർ. ഞങ്ങളവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവർ ഞങ്ങളെ നോക്കിയതും വെട്ടുക്കിളിയെ നോക്കുന്ന പോലെ നോക്കിയത്. സോ വെറുതെ ദൈവം കാര്യം കുറഞ്ഞു അവരെ അമർ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് മിണ്ടായിട. എന്തു പറയുന്നത്? എന്ത് പുറത്തോനെ പറയുന്നതാണ് ചോദിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കാര്യം അവരോട് നിങ്ങൾ എന്ത് പുറത്തോനെ പറയുന്നത്? നമ്മളവിടെ പോയത് അവിടുത്തെ ജനങ്ങൾ വലിയ ആൾക്കാരാണോ, അവരെ നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാനൊന്നുമില്ല. നമ്മളവിടെ പോയത് നമുക്ക് ദൈവം ഭാഗത്ത് ജനിക്കുന്ന ദേശം എങ്ങനെയുള്ള ദേശമാണ് എന്നൊന്ന് കാണാൻ വേണ്ടി പോയത്. നമ്മളിപ്പോ ചെന്ന് അവന് അവകാശമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ലെറ്റ്സ് ഗോ നൗ എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ പോയി അത് കൈവശമാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. കൈവശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസ് ചെയ്യുകയാണ്, അല്ലാതെ കോൺക്രീ ചെയ്യണ്ട. കാര്യം കോൺക്രീ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൻ. കാര്യം പറയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൻ ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ us. നമുക്കത് ദൈവം തന്നിരിക്കുകയാണ്. അത് നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ അവിടെ താമസിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും, പക്ഷേ അത് നമ്മുടെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൊസസ് ചെയ്യണം. അവിടെ ആൾക്കാർ പറയുന്നത് പിന്നെ അങ്ങ് ചെന്നാൽ മതി. അനാഥ്യമല്ലന്മാരെ അടുത്ത് ചെയ്യുന്നത് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാ എടുത്തോ മോനെന്ന് പറഞ്ഞപ്പോ കൈവച്ച് നീട്ടും. അവിടെ ചെന്നാൽ മതി. ഞങ്ങളവിടെ കണ്ട വെട്ടുക്കിളികളെ പോലെ ഞങ്ങൾക്ക് തന്നെ തോന്നിയത്. അവന്മാരെ നമ്മളെ ശരിപ്പെടുത്തും. അനാഥ്യമല്ലന്മാർക്ക് അറിയാവും ദൈവം ആരാ. അപ്പോൾ ഇവര് സഭ എന്താണ്? അതായത് 2 പേരുടെ റിപ്പോർട്ട്, 12 പേരിൽ 2 പേരുടെ റിപ്പോർട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് നമുക്ക് അവകാശമാക്കാൻ പറ്റും. 10 പേരുടെ റിപ്പോർട്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ. സഭ എന്താ ചെയ്യുന്നത്? സഭ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അത് സഭയുടെ പ്രശ്നം. സഭ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. കാരണം ഈ സഭ എന്ന് പറയുന്ന ഈ ഇസ്രായേൽ മക്കൾ അവര് ദൈവത്തെ കണ്ടിറങ്ങിയവരൊന്നും അല്ല. നല്ലൊരു ശതമാനമാണ് ദൈവത്തെ കണ്ടിറങ്ങാത്തവരിപ്പം വാഗ്ദത്ത നാട്ടിൽ ചെന്ന ചാകാനെന്ന് അവർ പറയുന്നത് ഞങ്ങൾ മിസ്രൈമികൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. ഞങ്ങൾ പണിയെടുത്താൽ ചത്താലും മതിയായിരുന്നു. അതല്ലെങ്കിൽ മരുഭൂമിയിലും ചത്താൽ മതി. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് ജയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാനും പറ്റത്തില്ല. അവർ ഞങ്ങളെ കൊല്ലും, എന്നിട്ട് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും അടിമകളായി പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്കൊരു ഇലക്ഷൻ നടത്താമെന്നാണ് അവർ പറയുന്നത്. 14-ാം അധ്യായം തുടങ്ങുന്നതാണ് ഒരു ഇലക്ഷനാണ്. എന്താ ഇലക്ഷൻ? നമുക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുക. എങ്ങോട്ട് പോകാനാ? വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനല്ല. എങ്ങോട്ട് പോകാൻ?
മിസ്രൈമിലേക്ക് പോകാനായിട്ട് ഒരു നേതാവിനെ തിരഞ്ഞെടുത്തു. ഇലക്ഷൻ നടക്കും. ആര് ജയിക്കും? യോശുവ കാലവ ജയിക്കുമോ? യോശുവയ്ക്ക് കാലവിന് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് എന്തില്ല? ഭൂരിപക്ഷമില്ല. ആത്മാവുള്ളവന് ഭൂരിപക്ഷമില്ല. കാരണം സഭ അനാത്മികമായി പോയിരിക്കുന്നു. അനാത്മികമായ ഒരു സഭ തെരഞ്ഞെടുക്കുന്നത് അനാത്മികരായിരിക്കും. അല്ലാതെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അനാത്മികരായ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷമുള്ള നേതാവിന് ജനങ്ങളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല, മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകാനേ കഴിയത്തുള്ളൂ. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗമാണ്. വാഗ്ദത്ത നാടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പോലും ഇല്ലല്ലോ നമുക്ക്. നമ്മൾ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന 1% ആളുകൾ നമ്മുടെ സഭയിലുണ്ടോ? കൂടുതലൊന്നും വേണ്ട. ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയോടുകൂടെ വിശുദ്ധമായി ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഹോളി ലിവിങ്ങിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന 1% ആളുകൾ നമ്മുടെ സഭയിലുണ്ടോ? വിശുദ്ധ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ദൈവത്തെ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ജോലി വാങ്ങിക്കുന്നവരുണ്ട്. പ്രവാചകന്മാരവരുണ്ട്. ഉപവാസ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്. എല്ലാവരും നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുകയാണ്. വാഗ്ദത്തം നടല്ല, മിസ്രൈമാണ് കിട്ടാൻ പോകുന്നത്. മിസ്രൈമിലേക്ക് കൊണ്ടുപോകാനായി ലീഡേഴ്സ് പരിശ്രമിക്കുന്നത്, അല്ലാതെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല. ഇവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, പാഷൻസ്. മനുഷ്യനെ ഇന്ന് ധരിക്കുന്നത് പാഷൻസ് ആണ്, ഡിസയേഴ്സ്, മോഹങ്ങളാണ്, താല്പര്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. ഹോളി ലിവിംഗ് അല്ല. ഹോളി ലിവിംഗ് ഒരു വലിയ ഡിസാസ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വലിയ ഡിസാസ്റ്ററിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കും? ഈ അനാത്മികരായ ജനങ്ങൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മോശയും അവരുടെ മുമ്പിൽ കവർന്നു വീഴുകയാണ്. അവരുടെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? ഈ അനാത്മികരായ ആളുകളുടെ മുമ്പിൽ. എന്തിനാ പറയുന്നത്? മത്സരിക്കരുതേ, നിങ്ങൾ ദൈവത്തോട് മത്സരിക്കരുത്. അഭിഷിക്തരായ മോശം അവർ കാലങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയാമോ? മത്സരിച്ചാൽ എന്താണ് അനന്തരഫലം എന്നുള്ളത് ഇവർക്കറിയത്തില്ല. കാര്യം അവർ ദൈവശബ്ദം കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് വിശ്വാസികളിൽ 90% ആളുകൾക്കും അറിയത്തില്ല. ഒരു അനാത്മിക ജീവിതത്തിന്റെ, ലൗകിക ജീവിതത്തിന്റെ, ഭൗതിക മോഹങ്ങളിൽ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ, പാപത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് 90% വിശ്വാസികൾക്കും അറിയത്തില്ല. അവര് ദൈവശബ്ദം കേട്ടിട്ടില്ല. അവരോട് കൈകൊട്ടി പാട്ട് പാടി തിരിച്ചു പോയിട്ടേ ഉള്ളൂ. എല്ലാവരും പാട്ട് പാടും, കൈകൊട്ടും. പക്ഷെ എന്താണ് പാപം ചെയ്യുന്ന ജനത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്നുള്ളത്? അഭിഷിക്തന്മാര് കാലങ്ങളിൽ പറയുകയാണ്, പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് മത്സരിക്കുന്നത്. അത് ഈ മോശയുടെ വാക്കുകൾ. അപ്പോഴാണ് യോശുവയും കാലങ്ങളും എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൽ മത്സരിക്കുക മാത്രം ചെയ്യരുത്, നമുക്കത് ചെന്ന് അവകാശമാക്കാം. യഹോവ നമ്മളുടെ ഉണ്ടെങ്കിൽ അവനത് ഇഷ്ടമാണെങ്കിൽ നമുക്കത് തരും. ജനം പറയുന്നത് അവരെ കല്ലെറിയണമെന്നാണ്. കാരണം അയാളെ വേണ്ട. എന്തുകൊണ്ട് വേണ്ട? കാരണം അവരുടെ പാഷൻസിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ആളുകളെ അവർക്ക് വേണ്ട. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെന്നും ഒന്ന് നീണ്ടു നിൽക്കുമെന്ന് ചിന്തിക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ തേജസ് അവർ പ്രത്യക്ഷമാവുകയാണ്. മോശയോട് പറയുന്നത്, ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇവരെ മഹാമാരി കൊണ്ട് ദഹിപ്പിച്ച് കളയുന്നു. ഇത് മോശയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവര് മോശയും അഹരോനും ജനത്തിന്റെ മുമ്പിൽ കവിഞ്ഞു വീണത്. മോശയുടെ അപേക്ഷയുടെ മേലാണ് ദൈവം അവരെ അപ്പോൾ ദഹിപ്പിച്ച് കളയാതിരുന്നത്. അഭിഷിക്തന്മാർ അനാത്മികരായ ജനങ്ങളുടെ മുമ്പിൽ താണു വീണ് സംസാരിക്കുന്നത് അവരുടെ ബലഹീനത കൊണ്ടൊന്നുമല്ല, അവരുടെ മഹാമനസ്കത കൊണ്ടാണ് ചിന്തിച്ചാൽ മതി.